ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിത്യയും ദേവികയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ശരത്താണ് റൂബിയെ കൊന്നത് എന്ന് ദേവിക പറയുന്ന സമയത്ത് നിത്യ പറയണ് അത് ആത്മഹത്യയാണെന്നല്ലേ പറയുന്നത്, അതൊക്കെ അവൻ പ്രചരിപ്പിക്കുന്നതാണ്. അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെയും അച്ഛൻ്റെയും തലയിൽ റൂബിയുടെ മരണം ഇടാനാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഈ കളിക്കുന്നത്. അവൻ എന്നോട് അന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇന്ന് എനിക്കൊരാൾക്ക് പണി കൊടുക്കാനുണ്ട് എന്ന്. അത് റൂബിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവൻ കച്ചകെട്ടി ഇറങ്ങിപ്പോയത്. അവൻ ചെയ്ത കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവനിപ്പോൾ ഈ കളിക്കുന്നത്. നടേശൻ സാറ് മരിച്ച അതേ രീതിയിൽ തന്നെയാണ് റൂബിയുടെയും മരണം ഉണ്ടായിട്ടുള്ളത്. രണ്ടുപേരും വിഷം കഴിച്ചിട്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത്. അല്ല ഏട്ടത്തി ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ സിദ്ധുവിനോട് പറയാൻ പോവുകയാണ്. പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആവുമ്പോൾ ഒരു വക്കീൽ കൂടിയല്ലേ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് സിദ്ധുവിന് അറിയാം എന്ന് പറഞ്ഞപ്പോൾ നിത്യ പറയണ എങ്കിൽ എത്രയും പെട്ടെന്ന് സിദ്ധുവേട്ടനോട് കാര്യം പറയണം. അല്ല എന്നുണ്ടെങ്കിൽ ആ ശരത്തിന് രക്ഷപ്പെടാനുള്ള വഴികൾ ഒരുക്കിക്കൊണ്ടേയിരിക്കും. വീട് ചന്ദ്ര മോർച്ചറിയിൽ എത്തുകയാണ്. റൂബിയെ എനിക്ക് അവസാനമായി കാണണം എന്ന് പറഞ്ഞ്, പക്ഷേ അവിടെ കൂടിയിരിക്കുന്ന ആളുകളാരും തന്നെ റൂബിയെ കാണാൻ സമ്മതിക്കുന്നില്ല. നീയല്ലേ ചന്ദ്ര, നീ കാരണമാണ് റൂബിക്ക് സസ്പെൻഷൻ കിട്ടിയത് എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. കാരണമാണ് റൂബി ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞ് ചന്ദ്രയെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ചന്ദ്ര പൊട്ടിക്കരഞ്ഞോണ്ട് പറയണ ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ റൂബിയെ കണ്ടാലേ റൂബിയുടെ ആത്മാവ് പോലും പൊറുക്കില്ല. മര്യാദക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ പോലീസ് പറയണേ തൽക്കാലം ഇവിടെ കിടന്ന ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ചന്ദ്ര ഇപ്പോൾ പോവാൻ നോക്കി എന്ന് പറഞ്ഞ് ചന്ദ്ര കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് സിദ്ധു ഒപ്പം തന്നെ ഉണ്ട്. അപ്പോൾ സിദ്ധു പറയണേ നിന്നെ റൂബിയുടെ ഡെഡ് ബോഡി കാണിക്കാൻ സമ്മതിച്ചില്ല അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര കരഞ്ഞുകൊണ്ട് പറയണേ ഞാനല്ല, ഇതിന് റൂബി മരിക്കാൻ കാരണക്കാരി ഞാനല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരിപ്പോൾ അതല്ലേ പറയുന്നത്. എന്തായാലും ഒരു അപകടം വരുമ്പോൾ കൈവിട്ട് കളയുന്ന സ്വഭാവമൊന്നും ഈ സിദ്ധുവിനില്ല എന്ന് പറയുമ്പോഴാണ് പോലീസ് അവിടേക്ക് വരുന്നത്. നീ ഒന്ന് സ്റ്റേഷനിലേക്ക് വരണം, റൂബിയുടെ മരണത്തെക്കുറിച്ച് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ സിദ്ധു പറയണേ എന്തായാലും സ്റ്റേഷനിലേക്ക് പോവാം, ഞാൻ കൂടി നിന്നോടൊപ്പം വരാം എന്ന് പറയുമ്പോൾ ഞാനല്ല ചെയ്തത്, എനിക്കൊരു ബന്ധവുമില്ല റൂബിയുടെ മരണത്തിന് എന്ന് പറയുമ്പോൾ അതിപ്പോൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, പോലീസിനോട് പറ എന്ന് പറഞ്ഞ് ചന്ദ്രയും കൂട്ടി സിദ്ധു നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. ഈ സമയം അങ്കച്ചിയും കൈമളും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയെ നമ്മുടെ ലീഗൽ വക്കീലിന്റെ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണം. ചന്ദ്രയുടെ ബലം റൂബി തന്നെയായിരുന്നു. റൂബി ഇല്ലാതായതോടുകൂടി ചന്ദ്ര വീണു എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇനിയിപ്പോൾ അവൾക്ക് കേസ് വാദിക്കാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് നല്ലൊരു വക്കീലിനെ തന്നെ ഇനി കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമാണ് ജയശങ്കറിനെ നമുക്ക് എതിർത്ത് നിൽക്കാനും നമ്മൾക്ക് വിജയം കണ്ടെത്താനും കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ കൈമൾ പറയണ അതിന് നമ്മൾ ചന്ദ്രയെ തെരഞ്ഞെടുത്ത് മറ്റു ചില ഉദ്ദേശങ്ങൾ വെച്ച് കൂടിയാണല്ലോ. അത് ശരിയാണ്, പക്ഷെ ഇനിയിപ്പോൾ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നല്ലൊരു വക്കീലിനെ തന്നെ ഏർപ്പാടാക്കണം. ചന്ദ്രയെ നമുക്കിനി വേണ്ട. റൂബിയുടെ മരണത്തിൽ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല. പോലീസിന് ആരൊക്കെയോ സംശയമുണ്ട്. റൂബിയുടെ കൊലപാതകി ആരാണെങ്കിലും അവനെ തന്നെ കസ്റ്റഡിയിലെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിതിൽ ആരൊക്കെയാണ് കളിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയൂ എന്നൊക്കെ തങ്കച്ചിയും കൈമളും കൂടി സംസാരിക്കുകയാണ്. പിന്നീട് സ്റ്റേഷനിലേക്ക് സിദ്ധുവും ചന്ദ്രയും കൂടി എത്തുകയാണ്. സിദ്ധു രംഗനെ വിളിച്ച് പറയണ് ഞാനും റൂബിയും കൂടി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്, എന്തൊക്കെയോ പോലീസിന് ഞങ്ങളോട് ചോദിച്ചറിയാനുണ്ടത്രേ എന്ന് പറയുമ്പോൾ രംഗം പറയണേ ഇനിയിപ്പോൾ വല്ല പ്രശ്നവുമാവുമോ, എന്തെങ്കിലും സഹായം എൻ്റെ വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, തൽക്കാലം ഇപ്പോൾ അച്ഛനെ അറിയിക്കേണ്ട, അച്ഛനെ വെറുതെ ടെൻഷൻ ആക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധു ഫോൺ വെക്കുന്നത്. പക്ഷേ രംഗൻ പ്രേമയോടും അച്ഛനോടും ഇക്കാര്യം പറയണ്. അപ്പോൾ പ്രേമ പറയണേ ഞാൻ പറഞ്ഞതല്ലേ അവരെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ട എന്ന്. ഇപ്പോൾ എന്താ ഉണ്ടായത്? അവൾ ഒരു ചതിയെത്തിയാണ്. അവൾ കാരണം നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിലാവാനാണ് പോകുന്നത്. അവൾ എന്നോട് ചെയ്തതുപോലെ തന്നെ സിദ്ധുവിനോടും ചെയ്യാനാണ് അവൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. റൂബിയുടെ മരണത്തിന്റെ പിന്നിൽ സിദ്ധു ആണെന്നുള്ളത് വരുത്തി തീർക്കാനാവും അവൾ സ്റ്റേഷനിലേക്ക് സിദ്ധുവുമായിട്ട് പോയിട്ടുണ്ടാവുക. അതൊക്കെ കേട്ടപ്പോൾ പേടിയാവാണ്. അപ്പോൾ രംഗൻ കൂടി സ്റ്റേഷനിലേക്ക് ഒന്ന് ചെല്ല്, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ പ്രേമ പറയണേ എങ്കിൽ ഞാൻ കൂടി വരാം, നീ ഒന്നും വരേണ്ട. അല്ല വക്കീലിന് മറ്റു ആവശ്യമുണ്ടെങ്കിൽ അതിനൊന്നും ഒരു ആവശ്യവും വരില്ല. അവരിപ്പോൾ എന്തെങ്കിലും ചോദിച്ചറിയാനായിരിക്കും സിദ്ധു അളിയനെയും ചന്ദ്രയെയും വിളിപ്പിച്ചിട്ടുണ്ടാവും. എന്തായാലും ഞാനൊന്ന് അവിടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് രംഗനും സ്റ്റേഷനിലേക്ക് പോവാണ്. ഈ സമയം പോലീസ് ശരത്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ശരത്ത് എത്രയും പെട്ടെന്ന് ഇവിടേക്കൊന്ന് വരണം, ഞങ്ങൾക്ക് നിന്റെ ഒരു മൊഴി എടുക്കാനാണെന്ന് പറയുമ്പോൾ അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ സാർ. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ നീയാണ് അവസാനമായി റൂബിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഞങ്ങൾ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ കിട്ടിയതാണ്, നീ ഇവിടെ വരണം എന്ന് പറയുമ്പോൾ അതിന് സാറേ ഞാനും റൂബിയും തമ്മിൽ ഒന്നും സംസാരിച്ചിട്ടില്ല, അത് ഞാൻ എന്താണ് സംസാരിച്ചത് എന്ന് സാറിനോട് ഇപ്പം തന്നെ പറയാം, നീ ഇപ്പോൾ ഞങ്ങളോട് പറയണ്ട, സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. ഇതൊന്നും ഒഴിവാക്കി തരാൻ പറ്റുമോ സാറേ? അതെന്താ നീ ഇപ്പോൾ എവിടെയാ താമസിക്കുന്നത്? മനോഹരൻ്റെ വീട്ടിലല്ലേ? ഞങ്ങൾ അവിടേക്ക് വന്നോളാം, ജീപ്പുമായി വന്ന് നിന്നെ അവിടെ വെച്ച് ഞങ്ങൾ ചോദിക്കും
ചോദ്യം ചെയ്തോളാം. അയ്യോ സാറ് വേണ്ട, എങ്കിൽ പിന്നെ നീ ഇവിടേക്ക് വന്നേക്ക്. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സ്ഥലമൊന്നുമല്ല. ഈ നാട്ടിലുള്ളവരൊക്കെ മനസമാധാനത്തോടു കൂടി ജീവിക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റേഷൻ ഇവിടെയൊക്കെ ഉള്ളത് കൊണ്ടാണ്. അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞ് ശരത്തിനോട് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറയണ്. അങ്ങനെ ശരത്ത് പേടിയോടുകൂടി പതർച്ചയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഈ സമയം ദേവിക യദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കാണ്. എന്നിട്ട് കാര്യങ്ങൾ പറയാണ്. എനിക്ക് റൂബിയുടെ കൊലപാതകത്തിൽ ഒരാളെ സംശയമുണ്ട്. ആരാണെന്ന് സിദ്ധു ചോദിക്കുമ്പോൾ അത് ശരത്താണ് എന്ന് പറഞ്ഞ് ശരത്ത് അന്നേ ദിവസം പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ദേവിക വിശദമായിട്ട് തന്നെ സിദ്ധുവിനോട് പറയാണ്. അപ്പോൾ സിദ്ധു പറയാണ്, നിന്റെ സംശയം ഇപ്പോൾ തൽക്കാലം ആരോടും പറയണ്ട. പോലീസ് ഏതായാലും കേസ് അന്വേഷിക്കുന്നുണ്ട്. ആ കേസ് ഏത് വഴിയിലൂടെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് മറ്റാരെയെങ്കിലുമാണ് പോലീസ് കേസെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ശരത്തിൻ്റെ പേര് പറയാം എന്ന് പറയട്ടോ. അപ്പോൾ ദേവിക പറയണേ, എന്നോട് അച്ഛൻ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഫോണിലൂടെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് സിദ്ധുവിനെ നാളെ തന്നെ ഒന്ന് കാണണം, നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അപ്പോഴത്തേക്കും ചന്ദ്ര അവിടേക്ക് വരികയാണ്. നിങ്ങൾ ഇപ്പോഴും അവളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലും തയ്യാറല്ല. പിന്നെ എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് റോളാണുള്ളത്? നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യക്കാരി മാത്രമാണ്. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, ജോയിന്റ് പെറ്റീഷനിൽ ഒരു കുഴപ്പവും ഇടാതെ നീ അങ്ങ് ഒപ്പിട്ടേക്ക്. എന്നാൽ പിന്നെ നമ്മൾ തമ്മിൽ അങ്ങ് വേർപിരിയാം, രീതിയിൽ തന്നെ പിരിയാം, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതിന് ഞാൻ ഒരിക്കലും തയ്യാറല്ല. എങ്കിൽ നീ ആദ്യം ഒന്ന് മനസ്സിലാക്കിക്കോ, എന്നെയും ദേവികയും പിരിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. കാരണം ഞങ്ങളെന്നെ ഈശ്വരൻ ചേർത്ത് വെച്ചതാണ്. എൻ്റെ ഹൃദയത്തിലുള്ളത് ദേവികയാണ്. അതിന് നിന്റെ ഉള്ളിൽ ഹൃദയം എന്ന് പറഞ്ഞ സാധനം വേണ്ടേ? നിന്നോടിതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നീ തന്നെ സ്വയം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോവും. അതുവരെ നീ കാത്തിരുന്നു. നിനക്ക് ഹൃദയം പറഞ്ഞ ഒരു സാധനമില്ല, അതാണ് നിന്റെ പ്രശ്നം എന്നും പറഞ്ഞ് ചന്ദ്രയോട് ദേഷ്യപ്പെട്ട ശേഷമാണ് സിദ്ധു അവിടെ നിന്നും പോകുന്നത്. പിന്നീട് പ്രഭാവതി ശരവണൻ വരികയാണ്. അപ്പോൾ നീയോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അതെ അമ്മേ, ഞാൻ തന്നെ. നീ ചതിച്ചവനാണ്. നിന്നെ എനിക്ക് കാണണ്ട. ഞാൻ ഇപ്പം തന്നെ എൻ്റെ ശരത്തിനെ വിളിക്കും, ഇവിടേക്ക് വരാൻ പറയും. എങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ മകനെ നഷ്ടപ്പെടും. അല്ല എന്നുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലും. എന്നിട്ട് അമ്മയുടെ മകൻ ജയിലിലേക്കും പോകും. ഒരു കാര്യം അമ്മയോട് പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അമ്മയുടെ മകൻ കൈയറപ്പ് കൂടാതെ തന്നെ എല്ലാവരെയും കൊന്നു തള്ളുന്നവനാണ്. അത് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ മകൻ അങ്ങനെ ഒരു ആളെയും കൊല്ലില്ല. അവന് അത്രയ്ക്ക് ക്രൂരനൊന്നുമല്ല എന്ന് പറയുമ്പോൾ ശരവണൻ എല്ലാ കാര്യവും അങ്ങ് പറയണ. അമ്മയുടെ മകനെ അമ്മ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അമ്മയുടെ മകനൊക്കെ തന്നെയാണ്. പക്ഷേ അമ്മയുടെ സ്വന്തം മകനായ ശ്രാവണനെ കൊന്നതുപോലും നിങ്ങളുടെ ഈ പറയുന്ന ശരത്താണെന്ന് പറയുമ്പോൾ പ്രഭാവതി അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. നീ എന്നെയും എൻ്റെ മോനെയും തെറ്റിക്കാൻ വേണ്ടി വെറുതെ നോക്കരുത്. എൻ്റെ ശ്രാവൺ മോന് കൊന്നത്, അവൻ ഇല്ലാതായതിൻ്റെ കാരണക്കാരി ആ ദേവികയാണ്. ഇല്ല അമ്മേ, അമ്മ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ദേവികയല്ല, അതിന് കാരണക്കാരനും ഈ പറയുന്ന ശരത്ത് തന്നെയാണ്. അതിന് കൂട്ടുനിന്നത് ഞാനാണെന്നും പറഞ്ഞു ശരവണൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പ്രഭാവതിയോട് അങ്ങ് പറയുമ്പോൾ പ്രഭാവതിയുടെ കണ്ണങ്ങ് നിറയുകയാണ് കേട്ടോ. ശരത്ത് അവൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. അവൻ ഒരുപാട് പേരെ കൊന്നു തള്ളിയിട്ടുണ്ട്. അതിനെല്ലാം കൂട്ടുനിന്നത് ഞാനാണ്. അതുകൊണ്ടാണ് അവനിപ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നത്. പക്ഷേ എനിക്കറിയാവുന്ന രഹസ്യങ്ങൾ അത് അമ്മയോട് എനിക്ക് പറയണം. എന്നെ എത്രയും പെട്ടെന്ന് പോലീസ് പിടിച്ചാൽ ഞാൻ അത്രയും രഹസ്യങ്ങൾ, ശരത്തിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ഞാൻ പോലീസിനോട് പറയും. പക്ഷേ ശരത്ത് എന്നെ കൊല്ലാനാണ് ശ്രമിക്കുന്നത്. എന്നാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. എൻ്റെ ഉള്ളിലുള്ള എല്ലാ രഹസ്യങ്ങളും എല്ലാവരും അറിയണം. അതാണ് ഞാനിപ്പോൾ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. അമ്മ ഒരു രാക്ഷസനോടൊപ്പമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അമ്മയുടെ സ്വന്തം മകനാണെന്ന് മാത്രം. പക്ഷേ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ ആരെയും കൊല്ലും. അത് ചോരയാണെന്നത് പോലും അവൻ നോക്കില്ല. അത്രയ്ക്ക് ക്രൂരമായ മനസ്സാണ് ശരത്തിൻ്റെത്. ഇല്ല, നീ നുണ പറയുകയാണെന്ന് പറയുമ്പോൾ ശരവണൻ പറയണ, അമ്മ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോ. പക്ഷേ അമ്മ ഇപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യങ്ങളും പുറത്തു വരും. അന്ന് അമ്മയ്ക്ക് മനസ്സിലാവും എന്നും പറഞ്ഞിട്ടാണ് ശരവണൻ പോകുന്നത്. അത് കേട്ടതോടുകൂടി ശ്രാവണനെ കൊന്നത്, സ്വന്തം ചേട്ടനെ കൊന്നത് ശരത്താണെന്നുള്ളത് അറിഞ്ഞതോടുകൂടി പ്രഭാവതി പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് ശരത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ പ്രഭാവതിയുടെ കോളാണെന്ന് കാണുമ്പോൾ ശരത്ത്, അമ്മേ ഞാൻ കുറച്ച് തിരക്കിലാണ്, അമ്മയ്ക്ക് പിന്നെ വിളിക്കാമെന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ എവിടെ പോകുന്നു? എനിക്ക് അത്യാവശ്യമായിട്ട് സ്റ്റേഷനിലേക്ക് പോകണം. റൂബിയുടെ കൊലയുമായിട്ട് ചില ചോദ്യങ്ങൾ എന്നോട് ചോദിക്കണം എന്ന് പറഞ്ഞ് പോലീസ് എന്നെ വിളിച്ചിരുന്നു. അല്ല, നീയാണോ റൂബിയെ കൊന്നത് എന്ന് ചോദിക്കുക. എന്താ അമ്മയ്ക്ക് തലയ്ക്ക് സുഖമില്ലേ? ഞാനും റൂബി എന്ത് അടുപ്പമായിരുന്നു എന്നുള്ളത് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാണ് ഞാൻ റൂബിയെ കൊല്ലുന്നത്? അപ്പോൾ നിനക്ക് റൂബിയുമായിട്ട് ഒരു അടുപ്പവും ഇല്ലായിരുന്നെങ്കിൽ നീ അവളെ കൊല്ലുമായിരുന്നു. അമ്മയ്ക്കിപ്പോൾ എന്താ അറിയേണ്ടത്? അല്ല, കർമ്മബലം എന്നൊരു സാധനമുണ്ട്, അതറിയുമോ എനിക്ക്? അമ്മ എന്താ എന്നെ ഉപദേശിക്കാൻ വരികയാണോ? എനിക്കിപ്പോൾ അത് കേൾക്കാനൊന്നും ഒരു താല്പര്യവുമില്ല. നീയും ശരവണനും തമ്മിൽ തെറ്റാനിപ്പോൾ എന്താ കാരണം? എന്തിനാ ഇപ്പോൾ അമ്മ ശരവണന്റെ കാര്യം ചോദിക്കുന്നത്? എനിക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമാണ്. അമ്മയെ കാണാൻ വേണ്ടി
ശരവണൻ വന്നിരുന്നു. അവൻ എന്നെ കാണാൻ വന്നോ ഇല്ലയോ എന്നുള്ളത് നീ അറിയണ്ട. നീയും ശരവണൻ തമ്മിൽ എന്താണ് പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്തിനാണ് വഴക്കുണ്ടായത്? ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുമില്ലല്ലോ. അമ്മയോട് ആരാ പറഞ്ഞത്? പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ അമ്മ, അവൻ എന്നെ ചതിക്കാൻ നോക്കിയിട്ടാണ്. എന്ത് ചതിയാണ് നിന്നോട് അവൻ ചെയ്തത്? അമ്മ എന്നെ വെറുതെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. അമ്മയോടിപ്പോ ഇതൊന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ല. അപ്പൊ നീ പല രഹസ്യങ്ങളും ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതെ അമ്മേ, ഈ ശരത്ത് ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് തന്നെയാണ്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നല്ലതുമുണ്ടാവും ചീത്തതുമുണ്ടാവും. അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ വഴിക്ക് തടസ്സമായി നിൽക്കുന്നത് ആരാണോ അവരെ ഞാൻ ഒഴിവാക്കിയിരിക്കും. എനിക്കിപ്പോ എന്തായാലും അമ്മയോട് കൂടുതൽ സംസാരിക്കാൻ നേരമില്ല. ഞാൻ ഇനി സ്റ്റേഷനിൽ പോയി വന്നിട്ട് അമ്മയോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ദേഷ്യത്തിലാണ് ശരത്ത് ഫോൺ വെക്കുന്നത്. അങ്ങനെ ശരത്തിന്റെ സംസാരത്തിലെല്ലാം തന്നെ പ്രഭാവതിക്ക് ശരവണൻ പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ള സംശയം വരികയാണ്. ഇനി ശരത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി മനോഹരന്റെ വീട്ടിലേക്ക് പ്രഭാവതി ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ശരത്തിന്റെ കൂടുതൽ കള്ളത്തരങ്ങളൊക്കെ പ്രഭാവതി മനസ്സിലാക്കുന്നത്. അതോടുകൂടി ശരത്തിന്റെ സംശയങ്ങളൊക്കെ പ്രഭാവതി മുത്തശ്ശിയോടും പാർവതിയോടും പറയണം. അങ്ങനെ ദേവികയെ മാറ്റി നിർത്തി പ്രഭാവതി സംസാരിക്കണം. ദയോട് കൂടിയിട്ടാണ് ദേവികയോട് സംസാരിക്കുന്നത്. ഇതുവരെ ചാടിത്തുള്ളി ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്ന പ്രഭാവതി തണുത്ത മട്ടിലാണ് ദേവികയോട് സംസാരിക്കുന്നത്. എന്നിട്ട് ശരത്തിനെ കുറിച്ച് നിനക്ക് ഒരുപാട് കാലമായി അറിയാവുന്നതല്ലേ, എന്താണ് നിനക്ക് അറിയാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതിയോട് ദേവിക പറയണേ, എനിക്ക് അറിയാവുന്നത് നല്ല കാര്യങ്ങളൊന്നുമല്ല. അത് ഒരു അമ്മയ്ക്ക് കേൾക്കാൻ കൂടുതൽ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. അല്ല, നിങ്ങൾ എന്തൊക്കെയോ അറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? അത് ഞാൻ പിന്നീട് നിന്നോട് സംസാരിക്കാം. ശരവണനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ ശരവണനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. പക്ഷേ ശരവണനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത് ആ പൊന്നുമണിക്കാണ്. പൊന്നുമണിയെ പോയി കണ്ട് സംസാരിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ പ്രഭാവതി പൊന്നുമണിയെ കാണാൻ പോവുകയാണ്. അപ്പോൾ ദേവിക ചോദിക്കണം, അല്ല നിങ്ങൾ എന്താണ് ശരത്തിനെ കുറിച്ച് അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പൊന്നുമണിയെ പോയി കാണട്ടെ, എന്നതിൻ്റെ ശേഷം ദേവിക നിന്നോട് ഞാൻ വന്ന് പറയാം. നിങ്ങളുടെ ഈ ഒരു നയത്തിലുള്ള പെരുമാറ്റം കേൾക്കുമ്പോൾ എന്തോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നല്ലതൊന്നുമല്ല ശരത്തിനെ കുറിച്ച് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെയല്ലല്ലോ എൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കുക എന്ന് പറയാണ്. അപ്പോൾ പ്രഭാവതി ഒന്നും മിണ്ടാതെ പൊന്നുമണിയെ കാണാൻ വേണ്ടി പോവാണ്. ഈ സമയം സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ് ശരത്തിനെയും ചന്ദ്രലേഖയെയും സിദ്ധുവിനെയും.